ഗായ്സ് രാവിലെ അതെ അമ്പലത്തിൽ തൊഴുവാനായിട്ട് വന്നതാണ്. ഇവിടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു അമ്പലം. യെസ്, തൊണ്ടിക്കൽ ക്ഷേത്രത്തിൽ നമ്മൾ തൊഴുവാൻ വന്നത്. ഇവിടെ 2 പേരാണ്, അന്നപൂർണേശ്വരിയും ഭദ്രകാളിയും. നമ്മളിന്ന് വന്നേക്കുന്നത് എൻ്റെ സ്വന്തം കുടുംബക്ഷേത്രമായിട്ടുള്ള തൊണ്ടിക്കൽ മഹാദേവ ക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ അന്നപൂർണേശ്വരിയും ഭദ്രകാളിയാണ്. അന്നപൂർണേശ്വരിയും ഭദ്രകാളിയും തുല്യ പ്രാധാന്യത്തോടെ മഹാദേവ ക്ഷേത്രമാണ് നമ്മുടെ തൊണ്ടിക്കൽ മഹാദേവ ക്ഷേത്രം. നമ്മുടെ പുതിയ അമ്പലം വന്നിട്ട് ഇപ്പോൾ ഒരു 10 വർഷത്തോളമായിട്ടേ ഉള്ളൂ. 10 വർഷമായിട്ടില്ല, 8 വർഷമായിട്ടേ ഉള്ളൂ. അതിന് മുമ്പ് നമ്മുടെ അമ്പലം ഇവിടെയായിരുന്നു. ഇപ്പോൾ ഈ ബിൽഡിംഗ് കാണുന്നില്ലേ, അത് അമ്പലത്തിന് മുന്നേ ഉള്ള നടയാണ്. അതിനുശേഷം അതിന് നേരെ ഭഗവതിയുടെ പ്രതിഷ്ഠ, അതിനിപ്പുറത്തോട്ട് ഓരോരോ പ്രതിഷ്ഠകൾ. പിന്നെ ഈ അമ്പലം വന്നതിന് ശേഷം അതിപ്പോൾ മാറ്റി. ഇവിടെ ഇപ്പോൾ പൈപ്പ് നമ്മുടെ യജ്ഞമൊക്കെ നടക്കുമ്പോൾ തിരുമേനിക്ക് സ്റ്റേ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള ഒരു മേൽശാന്തി മഠമാക്കി, വാഷ്റൂമാക്കി ഒക്കെ ആക്കി. പണ്ട് നമുക്കിവിടെ അമ്പലത്തിൽ ഭദ്രാദേവിയുടെ പ്രതിഷ്ഠ അന്നപൂർണേശ്വരി പ്രതിഷ്ഠ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ദേവപ്രശ്നം വെച്ചപ്പോൾ സമയത്ത് ഭദ്രാദേവിയുടെയും കൂടെ പ്രതിഷ്ഠ വേണം, തുല്യ പ്രതിഷ്ഠ വേണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പുതിയ അമ്പലം പണിഞ്ഞത്.